ഇതാ ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വെറും കാർഡ്ബോർഡ് മാത്രമാണ്, കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കാർഡ്ബോർഡ് ഞാൻ ഇതുപോലെ വരച്ചു, എന്നിട്ട് അത് വെട്ടിയെടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ വരച്ച് വെക്കണം കേട്ടോ. ഇത് ഞാൻ എന്തെങ്കിലും പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എങ്ങനെയാണോ ചിത്രം അതുപോലെ. എന്നിട്ട് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് സാവധാനം വെട്ടിയെടുക്കണം. അങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അവിടെ കുറച്ചൊരു പളിച്ച് പറ്റിയ സാറിൻ്റെ കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു ഇത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്നും കൂടി ഉണ്ടാക്കി അതിൻ്റെ മുകളിലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വേറൊരു റൗണ്ടും കൂടി ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരച്ചിട്ടുണ്ട് അതേ അളവിൽ. എന്നിട്ട് നമ്മൾ പാശ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്കിത് പാശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റാക്കിയിട്ട് വെട്ടി അത് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലിങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിങ്ങനെ അതിന് വരച്ച തെറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ പെയിൻറ്റിങ്ങിലൊക്കെ നമുക്ക് അത് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കവിടെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പെയിൻറ്റിങ്ങിലൊക്കെ ഉണ്ട് ശരിയാക്കി എടുത്തേക്കണം. പിന്നെ ഇതാ ഞാൻ മണലെടുത്തേക്കണം കേട്ടോ. മണലിക്ക് രസം പെയിൻറ്റ് കൊടുത്തിട്ട് അത് ഉണക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. മണലാവുമ്പോൾ എന്താരോ എന്നും അവരുണ്ടാവും. പലരും അത് ചിലർ അരി എടുക്കും, ചിലർ ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ പരിപ്പ് ഇങ്ങനത്തെ ഒക്കെ എടുക്കൽ കേട്ടോ. പക്ഷെ എന്തൊക്കെ എന്താ കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് പ്രാണികൾ വന്നിട്ട് അതൊക്കെ നശിപ്പിക്കും. ഇതായ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. മണലാകുമ്പോൾ അതവിടെ കിടന്നു പോകും. അപ്പോൾ അങ്ങനെ പെയിൻ്റ് ആക്കിയിട്ടല്ല, പശ തേച്ചിട്ട് ഞാൻ ഫെവിക്കോളാണ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതവിടെ മണൽ അതിൻ്റെ മുകളിലിട്ടിട്ട് പിന്നെ ഞാൻ സ്പ്രേ പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ ചെയ്തത് കേട്ടോ. ഒന്ന് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് സ്പ്രേ പെയിൻറ്റിങ് കൊടുത്തു. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഇനിയും പെയിൻറ്റുകൾ വരാണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ തടി ഭാഗത്തിന് ഞാൻ പിന്നെയും മണലിട്ട് വെച്ചൊക്കെയാണ്. ഇനി അതിന് ബ്ലാക്ക് കൊടുക്കണം. ബ്ലാക്കും ഗോൾഡനും പാടെ ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആ ഗ്രീൻ മേൽ ഞാൻ കുറച്ച് ബ്ലാക്ക് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണമല്ല, ഒരു ഷെയ്ഡാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമ്മൾ താഴെ ഉള്ള തടി മരത്തിനും പാടെ യോജിപ്പ് വരുള്ളൂ. ഇനി ഷെയ്ഡായിട്ട് ഗോൾഡൻ കളറിൽ ഒന്ന് ഷെയ്ഡ് കൊടുത്തു. ഷെയ്ഡായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡിങ് കൊടുത്തു. ഒരു നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ നല്ല പുറത്ത് നല്ല വെയിൽ ഉള്ള സമയമാണ്, അതുകൊണ്ടാണിത് ശരിക്കും അതിൻ്റെ ഭംഗി കാണുന്നത്. പിന്നെ ഇവിടെ ഇതെന്താ വെച്ചാൽ ഈ പുഴമാടമ്മലൊക്കെ ഇങ്ങനെ കണ്ടില്ലേ സൺസെറ്റ്, അതേപോലെ ഒരു ഇത് രൂപത്തിലാണ് ഞാൻ അത് കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇവിടെ ചുവപ്പും കുറച്ച് മഞ്ഞ ഒരു സൈഡായിട്ട് അതും കൊടുത്തിട്ട് ഒരു ഭാഗം ഫുള്ള് മഞ്ഞയും റെഡും പാടെ ഒന്ന് ഷെയ്ഡായി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഇത് പണി കഴിഞ്ഞിട്ടില്ല. ഇത് ഇനി വേറൊരു കാർഡ്ബോർഡ് മേൽ വെച്ചിട്ട് നമ്മളതൊരു ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ. രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് ഫ്രെയിം രൂപത്തിലൊക്കെ ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ. ഇതുപോലെ ഫ്രെയിം രൂപത്തിലാക്കി എടുത്തു. എന്നിട്ട് അവിടെ ബ്ലാക്ക് കൊടുത്തു. ഓക്കെ. എന്നിട്ട് രണ്ട് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയായില്ലേ, അടിപൊളിയായില്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മളെ ഉള്ളിലൊക്കെ വാങ്ങുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.